നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഇതിൻ്റെ പേര് തന്നെ ഉണ്ട്, ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. റേഡിയേഷൻ്റെയും മാറ്ററിൻ്റെയും രണ്ട് നാച്ചുറിനെ പറ്റിയാണ്ടാണ് ഡിസ്കസ് ചെയ്യണത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു റേഡിയേഷനാണ്. ലൈറ്റിന് രണ്ട് നേച്ചറുണ്ട്. രണ്ട് നേച്ചർ അറിയുന്നത് വേവ് നേച്ചറും ഉണ്ട്, അതേപോലെ തന്നെ പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. ഇതേപോലെ തന്നെ മാറ്ററിനും എന്തുണ്ട്, വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. നമ്മൾ ലൈറ്റിനെ ഒബ്സർവ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും കാണിക്കുന്നുണ്ട്. ഇൻ്റർഫറൻസ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് വേവിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ലൈറ്റ് വേവ് നേച്ചർ കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ലൈറ്റിൻ്റെ രണ്ട് എഫക്റ്റ് എന്ന് മനസ്സിലാവും, ഡുവൽ ഡിഫ്രാക്ഷനും അതേപോലെ തന്നെ ഇൻ്റർഫറൻസും. ഇതേപോലെ തന്നെ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിക്കിൾ നേച്ചറും കാണിക്കുന്നുണ്ട്. ലൈറ്റ് പാർട്ടിക്കിൾ നേച്ചർ കാണിക്കണതാണ് നമുക്ക് മനസ്സിലാവുന്നത് ലൈറ്റിൻ്റെ രണ്ട് എഫക്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും അതേപോലെ ബ്ലാക്ക് ബോഡി റേഡിയേഷനൊക്കെ നമുക്ക് ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യണത് ലൈറ്റിൻ്റെ റേഡിയേഷൻ്റെ രണ്ട് നേച്ചറും അതേപോലെ തന്നെ മാറ്ററിൻ്റെ രണ്ട് നേച്ചറാണ്. ഏതൊക്കെ രണ്ട് നേച്ചർ? വേവ് നേച്ചറും അതേപോലെ തന്നെ പാർട്ടിക്കിൾ നേച്ചറും. ലൈറ്റിന് വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. മാറ്ററിനും വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യണത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് ഡി ബ്രോഗ്ലി വേവ് ആണ്. ഡി ബ്രോഗ്ലി വേവ് പറയണത് എ മൂവിങ് പാർട്ടിക്കിൾ സംടൈംസ് ഷോസ് പാർട്ടിക്കിൾ നേച്ചർ and sometimes shows wave nature. It is associated with a wave. That wave is called de Broglie's wave. Its wavelength is inversely proportional to its momentum. ഇതാണ് ഡി ബ്രോഗ്ലീസ് വേവ് പറയുന്നത്. അതായത് ഒരു മൂവിങ് പാർട്ടിക്കിൾ ചില സമയത്ത് എന്ത് കാണിക്കും, പാർട്ടിക്കിൾ നേച്ചർ കാണിക്കും, ചില സമയത്ത് എന്ത് കാണിക്കും, വേവ് നേച്ചർ കാണിക്കും. ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിൾ ഒരു വേവിനേറ്റ് അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഡി ബ്രോഗ്ലി പറയുന്നത്. ആ വേവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡി ബ്രോഗ്ലീസ് വേവ് എന്ന് പറയുന്നത്. അതിൻ്റെ വേവ് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മൊമെൻറ്റം. പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് അതിൻ്റെ വേവ് ലെങ്ത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മൂവിങ് പാർട്ടിക്കിൾ അത് പാർട്ടിക്കിൾ നേച്ചറും കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ വേവ് നേച്ചറും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡി ബ്രോഗ്ലി പറയുന്നത്. ഓക്കെ, പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളിന് തന്നെ എന്തുണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എച്ച് ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മൊമെൻ്റ് എന്നാണ് ഡി ബ്രോഗ്ലീസ് വേവ് പറയുന്നത്, വേവ് ലെങ്ത് പറയുന്നത്. ദെൻ ഇതിനെ നമുക്ക് മാറ്റിങ്ങാണ്ട് ഇതിൻ്റെ ഇക്വേഷനും കൂടി ഉണ്ടാക്കുന്നുണ്ട്, ലാംഡ ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ പി. എച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എച്ച് ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എന്ന് അറിയുന്നത്, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി മാറ്റിങ്ങാണ്ട് ഇതാ, ലാംഡ ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ പിക്ക് പകരം പി അറിയുന്നത് മൊമെൻ്റ് ആണ്. മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം വി. ഓക്കെ, ലാംഡ ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ എം വി. അപ്പോൾ മാസ് കൂടുതലുള്ളതിൻ്റെ വേവ് ലെങ്ത് എന്തായിരിക്കും, കുറവായിരിക്കും. കാരണം അങ്ങനെ മാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. ഓക്കെ, അപ്പോൾ മാസ് കൂടുതലില്ലിന് വേവ് ലെങ്ത് കുറവായിരിക്കും, അതേപോലെ തന്നെ മാസ് ചെറുതായിക്കാണ്ട് ഇതിൻ്റെ വേവ് ലെങ്ത് കൂടുതലുമായിരിക്കും. ഇനി ലൈറ്റിൻ്റെ സ്പീഡിൽ ഏതെങ്കിലും ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് വി ഈസ് ഈക്വൽ ടു സി, ലൈറ്റിൻ്റെ വെലോസിറ്റി കൊടുക്കുന്ന ഏതെങ്കിലും പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേവ് ലെങ്ത് അറിയണത് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം. ബീൻ്റെ സ്ഥലത്ത് എന്ത് വരും, സി എന്ന് വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് ഡി ബ്രോഗ്ലീസ് വേവ് ലെങ്ത് പറയുന്നത്. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിന് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. ആ വേവിനെ നമ്മൾ ഡി ബ്രോഗ്ലീസ് വേവ് എന്നറിയും, അതല്ലെങ്കിൽ മാറ്റർ വേവ് എന്നറിയും. അതിൻ്റെ വേവ് ലെങ്ത് അറിയണത് മൊമെൻറ്റത്തിനെ
മൊമെൻറ്റത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി ഓർ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം ബി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ടേം ആണ് ഫോട്ടോൺ. എന്താ ഫോട്ടോൺ എന്ന് അറിയണത്? ഫോട്ടോൺ എന്ന് അറിയുന്നതിനെ പറ്റിയാണ്ട് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫോട്ടോൺ. ഫോട്ടോൺ ഈസ് എ പാക്കറ്റ് ഓഫ് എനർജി എമിറ്റഡ് ബൈ എ സോഴ്സ് ഓഫ് റേഡിയേഷൻ ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഫോട്ടോൺ എന്ന് പറയുന്നത് ഒരു പാക്കറ്റ് ഓഫ് എനർജിയാണ്. എവിടുന്ന് എമിറ്റ് ചെയ്ത എനർജി? പാക്കറ്റ് ഓഫ് എനർജി എ സോഴ്സ് ഓഫ് റേഡിയേഷൻ. റേഡിയേഷൻ എമിറ്റ് ചെയ്യണ സോഴ്സിൽ നിന്നും എമിറ്റ് ചെയ്യണ ആകണ പാക്കറ്റ് ഓഫ് എനർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോൺ എന്ന് അറിയണത്. ഓക്കെ, ഫോട്ടോൺ പാക്കറ്റ് ഓഫ് എനർജി എമിറ്റഡ് ബൈ സോഴ്സ് ഓഫ് റേഡിയേഷൻ ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ സ്പീഡിലാണ് ആര് മൂവ് ചെയ്യണത്? ഫോട്ടോൺ മൂവ് ചെയ്യണത്. ക്ലിയർ അല്ലേ? ഫോട്ടോൺ എന്ന് പറയുന്നത് പാക്കറ്റ് ഓഫ് എനർജി എമിറ്റഡ് ബൈ സോഴ്സ് ഓഫ് റേഡിയേഷൻ ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ, ദെൻ ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡി ബ്രോഗ്ലീസ് വേവ് ലെങ്ത്തും ഫോട്ടോണും പാടെ നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാംഡ ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ എം സി എന്ന് കിട്ടും. കാരണം ഫോട്ടോൺ മൂവ് ചെയ്യണത് ലൈറ്റിൻ്റെ സ്പീഡിലാണ് എന്ന് ഓൾറെഡി എന്ത് ചെയ്തിരിക്കണേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാരണം സോഴ്സ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന സോഴ്സിൽ നിന്നാണ് എന്ത് വരുന്നത്? പാക്കറ്റ് ഓഫ് എനർജി വരുന്നത്. അപ്പോൾ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം സി. ഓക്കെ, ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് കാണാൻ വേണ്ടിയുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഫോട്ടോണിൻ്റെ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യാം. ഫോട്ടോണിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് മൊമെൻറ്റം ഓഫ് ഫോട്ടോൺസ് ഈക്വൽ ടു എം സി ആണ്. ഫോട്ടോണിൻ്റെ മാസ് ഇൻറ്റു ഫോട്ടോണിൻ്റെ വെലോസിറ്റി ഇസ് ഈക്വൽ ടു, അപ്പോൾ എം സി കാണാൻ വേണ്ടിയാണ് എം സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഇസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ ലാംഡ എന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫോട്ടോണിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. ഫോട്ടോണിൻ്റെ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു അതിനെ അങ്ങനെ എച്ച് ന്യൂനെ നമുക്ക് എങ്ങനെ മാറ്റിയാണ്ട് ഇതാണെന്നറിയോ? സി ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് ചെയ്താൽ. കാരണം സി സീക്വൽ ടു ന്യൂ ലാംഡയാണ് വേവിൻ്റെ ബേസിൽ. വി സീക്വൽ ടു ന്യൂ ലാംഡ എന്ന് പറയുന്ന പോലെ തന്നെ. ദെൻ ഇ ഈക്വൽ ടു എച്ച് സി ഡിവൈഡഡ് ബൈ ലാംഡക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ വേണ്ടിയാണ് പറ്റുമെന്നറിയോ? എച്ച് ഡിവൈഡഡ് ബൈ എം സി കൊടുക്കാൻ വേണ്ടി പറ്റും. എച്ച് ഡിവൈഡഡ് ബൈ എം സി. അപ്പോൾ എച്ചും കൂടി ക്യാൻസൽ ചെയ്യും. ഡിനോമിനേറ്ററിലില്ല എം സി എന്ന് പറയുന്നത് ന്യൂമറേറ്റർക്ക് പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്നും കിട്ടും. ഓക്കെ, എം അറിയണത് ഫോട്ടോണിൻ്റെ മാസ്. ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ഉപയോഗിക്കുക, ഈക്വൽ ടു എച്ച് സി ഡിവൈഡഡ് ബൈ ലാംഡയും ഉപയോഗിക്കുക. ഓക്കെ, ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത്ത്, ഫോട്ടോണിൻ്റെ മൊമെൻറ്റം. അപ്പോൾ എന്താ ഫോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the packet of energy emitted by a source of radiation and it is moving with the velocity of light. Next നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പറയുന്നത് ലൈറ്റിൻ്റെ അതല്ലെങ്കിൽ റേഡിയേഷൻ്റെ പാർട്ടിക്കിൾ നാച്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് എന്താ പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഡിസ്കവർ ചെയ്തത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഹെർട്സ് ഒബ്സർവേഷൻസ് ആണ് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണത്? ഡിസ്കസ് ചെയ്യണത്. ഹെർട്സ് എന്താ ഒബ്സർവ് ചെയ്തതെന്നില്ല നോക്കുന്നത്. ഹെർട്സ് ഒബ്സർവ് ചെയ്തത് ഒരു മെറ്റൽ സർഫസിൽ ലൈറ്റ് വന്നുകാണ്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് വന്നുകൊണ്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ മെറ്റൽ സർഫസിന് എന്ത് ചെയ്യുന്നുണ്ടെന്നറിയോ? പോസിറ്റീവ് ആയിങ്ങാണ്ടില്ല ചാർജ് കിട്ടുന്നുണ്ട്. മാറുന്നുണ്ട്. ഇതാണ് ഹെൻറിച്ച് ഹെർട്സ് ഒബ്സർവ് ചെയ്തത്. ഹെൻറിച്ച് ഹെർട്സ് നടത്തിയുന്ന ഒരു എക്സ്പെരിമെൻ്റ് എന്ന് അയാൾ ഒബ്സർവ് ചെയ്തത് അറിയണത് ആ ഒരു മെറ്റൽ സർഫസിൽ റേഡിയേഷൻസ് UV റേഡിയേഷൻസ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻസ് വന്നുകൊണ്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ മെറ്റലിന് എന്ത് കിട്ടുന്നുണ്ട്? പോസിറ്റീവ് ആയിങ്ങാണ്ട് മെറ്റൽ മാറുന്നുണ്ട്. പോസിറ്റീവ് അയോൺ ആയിങ്ങാണ്ട് പോസിറ്റീവ് ചാർജ് കിട്ടുന്നുണ്ട് എന്നില്ലാണ് ഹെൻറിച്ച് ഹെർട്സ് ഒബ്സർവ് ചെയ്തത്. ഓക്കെ,
ഹെൻറിച്ച് ഹെർട്സിന് ശേഷം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പറ്റിയാണ്ട് സ്റ്റഡി ചെയ്ത രണ്ടാളുകളാണ് ഹാൾവാച്ചും അതേപോലെ തന്നെ ലെനാർഡും എന്നറിയുന്ന സയൻറ്റിസ്റ്റും. അപ്പോൾ അവരുടെ ഒബ്സർവേഷൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവർ ചെയ്തത് ഒരു വാക്വം ട്യൂബിൽ ആണ് 2 ഇലക്ട്രോഡ് പ്ലേസ് ചെയ്തു. അതിന് അങ്ങനെ എന്ത് കൊടുത്തു, ബാറ്ററിനായിട്ട് കണക്ട് ചെയ്താണ്ട്. അപ്പോൾ ഇതിനൊരു നെഗറ്റീവ് ചാർജും ഇതിനൊരു പോസിറ്റീവ് ചാർജും കൊടുത്തു. എന്നിട്ട് ഇതൊരു മെറ്റൽ സർഫസ് ആണ്, ഇലക്ട്രോഡ് അറിയുന്ന മെറ്റൽ സർഫസാണ്. എന്നിട്ട് UV റേഡിയേഷൻസ് ഈ മെറ്റൽ സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്ട് അലോ ചെയ്തു, ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ച സമയത്ത് ഇവിടെ ഒരു ചെറിയ മില്ലി അമ്മീറ്റർ കണക്ട് ചെയ്തിരിക്കണേ. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസ് UV റേഡിയേഷൻസ് വന്നുകൊണ്ട് ഈ കാഥോഡിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാകുന്നുണ്ടെന്ന് അറിയോ, ഈ അമ്മീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ സർക്യൂട്ട് എന്ത് ചെയ്തിട്ടില്ല എന്നറിയാം, ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ഷൻ ഇല്ല, എന്നിട്ടും ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡിഫ്ലക്ഷൻ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് ആ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്ത് കാണ്ട് എവിടെ എത്തുന്നുണ്ട്, ആനോഡിൽ എത്തുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇതാണ് ഇവർ ആകണ ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത്. ഇത് കഴിഞ്ഞാണ്ട് കാഥോഡുമൊക്കെ ഇൻസിഡൻറ്റ് ചെയ്തപ്പോൾ ഇലക്ട്രോൺസ് പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള UV റേഡിയേഷൻ വന്നുകൊണ്ട് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോണ് എമിറ്റ് ചെയ്യുന്നുണ്ട്, ആ ഇലക്ട്രോണ് ആനോഡിൽ എത്തുന്നുണ്ട്, അമ്മീറ്ററിൽ റീഡിങ് കാണിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഇവർ ഒബ്സർവ് ചെയ്തത് ഇതിൻ്റെ ചാർജ് മാറ്റിങ്ങാണ്ട് കൊടുത്തു. ഇതിന് പോസിറ്റീവും അതേപോലെ തന്നെ ഇതിന് നെഗറ്റീവും കൊടുത്തു. എന്നിട്ട് പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസ് അങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ച് നോക്കി ഈ ആനോഡിൽ. പക്ഷേ അപ്പം എന്ത് ചെയ്യണില്ല എന്നറിയോ, അങ്ങനെ അമ്മീറ്ററിൽ റീഡിംഗ് ഒന്നും കാണിക്കണില്ല. അമ്മീറ്ററിൽ റീഡിങ് കാണിക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യണില്ല, ഫ്ലോ ചെയ്താണ്ട് ഇങ്ങോട്ട് എത്തണില്ല എന്നർത്ഥം. ഓക്കെ, ഇതും കഴിഞ്ഞാണ്ട് ഇവരെന്ത് ചെയ്തു, അങ്ങനെ ന്യൂട്രൽ പ്ലേറ്റുമൊക്കെ ഒരു ന്യൂട്രൽ എങ്ങാണ്ടുള്ള പ്ലേറ്റ്, പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല, ഒരു ചാർജും ഇല്ലാത്ത പ്ലേറ്റുമൊക്കെ UV റേഡിയേഷൻസ് പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലെ UV റേഡിയേഷൻസ് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചപ്പോഴും ഇതിൽ കൂടെ എന്ത് ചെയ്തു എന്നറിയോ, അമ്മീറ്ററിൽ റീഡിങ് കാണിച്ചു. ഇതാണ് അങ്ങനെ ഹാൾവാച്ചും ലെനാർഡും ഒബ്സർവ് ചെയ്തത്. എന്നിട്ട് ഇവരിതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് എന്നിട്ട് ഇവരിത് എക്സ്പ്ലെയിൻ ചെയ്തത് കാഥോഡിൽ UV റേഡിയേഷൻസ് വന്നുകൊണ്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് കാഥോഡിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട്, ആ ഇലക്ട്രോൺസ് ആനോഡിൽ എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അമ്മീറ്ററിൽ റീഡിങ് കാണിക്കുന്നത്. ഇതേപോലെ തന്നെ അങ്ങനെ ന്യൂട്രൽ പ്ലേറ്റിൽ മെറ്റൽ സർഫസിൽ വന്നുകൊണ്ട് UV റേഡിയേഷൻസ് പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള UV റേഡിയേഷൻസ് വന്നുകൊണ്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ മെറ്റൽ സർഫസ് വന്ന് ഇലക്ട്രോൺസ് എജക്റ്റ് ചെയ്യുന്നുണ്ട്, ആ ഇലക്ട്രോൺസ് ആനോഡിൽ എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അമ്മീറ്ററിൽ റീഡിങ് കാണിച്ചത്. അപ്പോൾ 2 ഒബ്സർവേഷൻസിനും അവർ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതും കഴിഞ്ഞാണ്ട് ആക്കണേ പോസിറ്റീവ് ആനോഡിൽ വന്നുകാണ്ട് UV റേഡിയേഷൻസ് ഇൻസിഡൻറ്റ് ചെയ്യണ സമയത്ത് അവിടെ അമ്മീറ്ററിലെ റീഡിങ് കാണിക്കണില്ല. അപ്പോൾ അവരതിന് പറഞ്ഞത് അങ്ങനെ ഇലക്ട്രോൺസ് വന്നുകാണ്ട് UV റേഡിയേഷൻ വന്ന് ആനോഡിൽ ഇൻസിഡൻറ്റ് ചെയ്യണ സമയത്ത് ആനോഡിൻ്റെ ചാർജ് അറിയണത് പോസിറ്റീവാണ്. അപ്പോൾ അവിടുന്ന് ഇലക്ട്രോൺസ് എജക്റ്റ് ചെയ്യണുണ്ട്. പക്ഷേ ആ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാഥോഡിൽ എത്താൻ വേണ്ടി പറ്റില്ല. കാരണം ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവും ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവും ആകണോണ്ട് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട് മെറ്റൽ സർഫസിൽ നിന്ന്. പക്ഷേ ആകണ അത് രണ്ടും അട്രാക്ഷൻ കാരണം അപ്പുറത്തേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇവരിതിന് എക്സ്പ്ലനേഷൻ കൊടുത്തത്. ഒരു മെറ്റൽ സർഫസിൽ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് എജക്റ്റ് ചെയ്യണ എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റൽ സർഫസിൽ അങ്ങനെ UV റേഡിയേഷൻസ് അതല്ലെങ്കിൽ പർട്ടിക്കുലർ റേഡിയേഷൻസ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ഇലക്ട്രോൺസ് എജക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഹാൾവാച്ചും അതേപോലെ തന്നെ ലെനാർഡും ഒബ്സർവ് ചെയ്തതും അതിന് അവർ കൊടുത്ത എക്സ്പ്ലനേഷൻസും. അപ്പോൾ ഹാൾവാച്ചും ലെനാർഡും ഒബ്സർവ് ചെയ്തത് അങ്ങനെ ഒരു വാക്വം ട്യൂബിൽ ആനോഡും കാഥോഡും എടുത്ത് ഫസ്റ്റ് കാഥോഡിൽ UV റേഡിയേഷൻസ് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അമ്മീറ്ററിൽ റീഡിങ് ഉണ്ടായി.
ന്യൂട്രൽ പ്ലേറ്റിൽ UV റേഡിയേഷൻസ് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചു, അപ്പോഴും അമ്മീറ്ററിൽ റീഡിങ് ഉണ്ടായി. ആനോഡിൽ UV റേഡിയേഷൻസ് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചു, അപ്പോൾ അമ്മീറ്ററിൽ റീഡിങ് ഉണ്ടായില്ല. ഇതാണ് ഒരു ഒബ്സർവ് ചെയ്തത്. അതിന് അവർ എന്ത് ചെയ്തു, അതിനനുസരിച്ച് കണ്ടില്ല എക്സ്പ്ലനേഷൻ കൊടുത്തു. മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് എജക്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ആ ഇലക്ട്രോൺസ് ആനോഡിൽ എത്തുന്നുണ്ട്, അതുകൊണ്ടാണ് അമ്മീറ്ററിൽ റീഡിങ് ഉണ്ടാകാനുള്ള കാരണം അതിലെ കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ട്. ആനോഡാകുമ്പോൾ ആനോഡിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് എജക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അങ്ങനെ കാഥോഡിൽ എത്താൻ വേണ്ടി പറ്റുന്നില്ല. കാരണം ആനോഡും ഇലക്ട്രോണിൻ്റെ ചാർജും പോസിറ്റീവും നെഗറ്റീവും ആയതുകൊണ്ട് അട്രാക്ട് ചെയ്ത് കണ്ട് നിൽക്കുകയാണെന്നില്ല എക്സ്പ്ലനേഷനാണ് വന്നത്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണില്ല എന്നറിയോ, ഈ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് എജക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ് എന്നുള്ളത് ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഹാൾവാച്ചിനും അതേപോലെ തന്നെ ലെനാർഡിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് പറ്റിയിട്ടില്ല. പിന്നെ വരുന്ന സയൻറ്റിസ്റ്റുകളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നറിയോ, ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പറ്റിങ്ങാണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ രീതിയിൽ. അതായത് വരുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി മാറ്റി നോക്കുന്നുണ്ട്, വേവ് ലെങ്ത്ത് മാറ്റി നോക്കുന്നുണ്ട്, ഈ മെറ്റൽ സർഫസ് മാറ്റിങ്ങാണ്ട് നോക്കുന്നുണ്ട്, ഇതിലെ പൊട്ടൻഷ്യൽ മാറ്റിങ്ങാണ്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഓരോ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ എക്സ്പെരിമെൻ്റാണ് നമ്മൾ ഇനി എന്ത് ചെയ്യണത്, പഠിക്കണത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണത് എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പെരിമെൻ്റ് ആയിക്കാണ്ട് പഠിച്ചതിന് കിട്ടിയ കാര്യങ്ങളെ പറ്റിക്കൊണ്ടാണ് എന്ത് ചെയ്യണത്, ഡിസ്കസ് ചെയ്യണത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എഫക്റ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. എഫക്റ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ഇതേപോലെ നമുക്ക് ഡിസ്ചാർജ് ട്യൂബ് ഉണ്ട്, ഇവിടെ കാഥോഡ്, ഇവിടെ ആനോഡ്, ബാറ്ററി ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. വേണമെന്ന് വെച്ചാൽ നമുക്കൊരു കമ്മ്യൂട്ടറേറ്ററും പാടെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കാനും പൊട്ടൻഷ്യൽ മാറ്റാനും ഒക്കെ വേണ്ടിയാണ്ട് ഇതിലാണ് നമ്മളെ ഇൻസിഡൻറ്റ് റേഡിയേഷൻ വന്നുകൊണ്ട് ഇൻസിഡൻറ്റ് ചെയ്യണത്. ആ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി മാറ്റുമ്പോൾ എന്ത് എഫക്റ്റാണ് മാറുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ടെന്നറിയോ, അമ്മീറ്ററിലുള്ള റീഡിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷന് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അമ്മീറ്ററിലുള്ള റീഡിങ്ങും ഇൻക്രീസ് ചെയ്യാണ്. അമ്മീറ്ററിലുള്ള റീഡിങ് ഇൻക്രീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്യാണ് അർത്ഥം. ഓക്കെ, ഇവിടുന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട്, കാഥോഡിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോൺസ് അങ്ങനെ ആനോഡിൽ എത്തുന്നതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇവിടുന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്നറിയണത് അങ്ങനെ കൂടുമ്പോഴാണ് എന്ത് കൂടുന്നത്, കറണ്ട് കൂടുക. കാഥോഡിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് എന്ത് കൂടുക, കറണ്ട് കൂടുക. അപ്പോൾ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുന്നതിനനുസരിച്ച് കണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ കാഥോഡിൽ നിന്ന് എമിറ്റ് ചെയ്യണ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇങ്ങനെ കാഥോഡിൽ നിന്ന് എമിറ്റ് ചെയ്ത ഇലക്ട്രോൺ നമ്മൾ പറയുന്ന പേര് ഫോട്ടോ ഇലക്ട്രോൺ എന്നാണ്. ഫോട്ടോ ഇലക്ട്രോൺ കാഥോഡിൽ നിന്ന് റേഡിയേഷൻ വന്നുകൊണ്ട് ഇൻസിഡൻറ്റ് ചെയ്തതിന് ശേഷം ഒരു ഇലക്ട്രോൺ അതിൽ നിന്ന് എജക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ നമ്മൾ പറയുന്ന പേര് ഫോട്ടോ ഇലക്ട്രോൺ എന്നാണ്. ഈ ഫോട്ടോ ഇലക്ട്രോൺ ആനോഡിൽ എത്തിയതുകൊണ്ടാണ് ഇതിൽ എന്ത് ചെയ്തത്, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തത് അല്ലേ. ഈ ഇലക്ട്രോൺ ആനോഡിൽ എത്തിക്കാണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോട്ടോ കറണ്ട് എന്ന് പറയുന്നത്. ഫോട്ടോ കറണ്ട്, ഫോട്ടോ ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്ത കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോട്ടോ കറണ്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷന് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് മെറ്റൽ സർഫസിൽ നിന്ന് എജക്റ്റ് ചെയ്ത ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്നുണ്ട്, ഒരു സെക്കൻഡിൽ എജക്റ്റ് ചെയ്ത ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഫോട്ടോ കറണ്ട് കൂടുന്നുണ്ട് എന്ന് മനസ്സിലാവും. ഓക്കെ, ഇതാണ് എഫക്റ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷനിൽ മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇൻറ്റൻസിറ്റിയും അതേപോലെ തന്നെ ഫോട്ടോ കറണ്ടും തമ്മിലുള്ള ഒരു ഗ്രാഫ് നമ്മൾ വരക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ ഫോട്ടോ കറണ്ട് ഐ, ഇവിടെ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ,
ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. അത് രണ്ടും തമ്മിലുള്ള ഗ്രാഫ് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രാഫ് ഇങ്ങനെ കിട്ടും. ഓക്കെ, അങ്ങനെ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫോട്ടോ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, രണ്ടാമത് നമ്മൾ നോക്കുന്നത് എഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെറിയ ഫ്രീക്വൻസിയിലുള്ള ഒരു റേഡിയേഷനാണ് ഇതിൻ്റെ മേലേക്ക് ഇൻസിഡൻറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒന്നും നടക്കണില്ല, അമ്മീറ്ററിൽ റീഡിംഗ് ഒന്നും കാണിക്കണില്ല. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നു. അങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിയപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്നറിയോ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സംഭവിക്കാൻ തുടങ്ങി. അമ്മീറ്ററിൽ റീഡിംഗ് കാണിക്കാൻ വേണ്ടിയാണ് തുടങ്ങി. അപ്പോൾ ഏറ്റവും മിനിമം ഫ്രീക്വൻസിയിൽ നിന്ന് തുടങ്ങി ആക്കണ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നാണ്ട് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ എത്തിയപ്പോഴാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ആക്കണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കാൻ വേണ്ടിയാണ് തുടങ്ങിയത്. വീണ്ടും ഫ്രീക്വൻസി കൂട്ടുന്തോറും ആക്കണ് എന്ത് സംഭവിക്കുന്നുണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സംഭവിക്കാൻ വേണ്ടിയാണ്ട് വേണ്ട മിനിമം ഫ്രീക്വൻസി എന്താണോ ആ ഫ്രീക്വൻസി നമ്മൾ പറയുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി.